അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദ്, അതിലെ 3-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. ഇതിനു മുമ്പുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാലിസ, 3-ാമത്തെ പാഠം, അല്ലാഹു സമദ്. നമുക്ക് ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ലാസ്റ്റ് ബസ്സിന് ശേഷമുള്ള ബസ് ഏതാണ്? ഉസ്താദ് ചോദിച്ചു. കുട്ടികൾ കുലുങ്ങിച്ചിരിച്ചു. ലാസ്റ്റ് ബസ് എന്നാൽ അവസാനത്തെ ബസ് എന്നല്ലേ അർത്ഥം? അവസാനത്തെ ബസ്സിന് ശേഷം പിന്നെ ബസ്സുണ്ടാകുമോ? ശരിയാണ്. ഇതൊരു വിഡ്ഢി ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടാവില്ല. കാരണം ഈ ചോദ്യം ശരിയല്ല. ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. ഇന്നലെ രാത്രി കാള പ്രസവിച്ചു. അതിന്റെ കുഞ്ഞ് ഏതാണ്? കാള പ്രസവിക്കുകയില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യവും അസംബന്ധമാണ്. കറിയിൽ ഉപ്പിട്ടത് ഉമ്മയാണ്. എന്നാൽ ഉപ്പിൽ ഉപ്പിട്ടത് ആരാണ്? ഉപ്പിൽ ആരും ഉപ്പിടേണ്ട ആവശ്യമില്ല. ഉപ്പുരസം അതിന്റെ സ്വാഭാവിക ഗുണമാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യവും പാഴ്ചോദ്യമാണ്. കിടക്കയിൽ ഒരു പേനയുണ്ടെങ്കിൽ ആരാണ് ഈ പേന ഇവിടെ വെച്ചത് എന്ന് ചോദിക്കാം. എന്നാൽ ആരോഗ്യവാനായ ഒരാൾ അയാളുടെ സ്വന്തം കിടക്കയിൽ കിടക്കുകയാണെങ്കിൽ ഇയാളെ ആരാണ് ഇവിടെ വെച്ചത് എന്ന് ആരും ചോദിക്കാറില്ല. എന്തിനാണ് ഉസ്താദേ ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത്? ഹാനി ഉമോൻ ചോദിച്ചു. കാരണമുണ്ട്. ആരാണ് അല്ലാഹു തആല എന്ന് നാം പഠിച്ചല്ലോ. പ്രാപഞ്ചികമായ ഒരു സ്വഭാവവും ഇല്ലാത്തവനാണ് അല്ലാഹു തആല. അവൻ പ്രപഞ്ചേതരനാണ്. അവൻ ഖരമോ ദ്രാവകമോ വാതകമോ പ്ലാസ്മയോ അല്ല. അവന് സ്ഥലമില്ല, പ്രായമില്ല, അവയവങ്ങളില്ല, തുടക്കമോ ഒടുക്കമോ ഇല്ല എന്നുമുള്ളവനാണ്. അവനെ ആരും ഉണ്ടാക്കിയതല്ല. അപ്പോൾ അല്ലാഹു തആലയെ സൃഷ്ടിച്ചത് ആരാണ് എന്നതും നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളെ പോലെ അസംബന്ധമാണ്. കാരണം എന്നുമുള്ളവനെ ഉണ്ടാക്കിയതാര് എന്ന ചോദ്യം ശരിയല്ല. ഇബ്ലീസും അവന്റെ അനുയായികളുമാണ് ഇത്തരം ചോദ്യങ്ങളുമായി നമ്മെ സമീപിക്കുന്നത്. ആ സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ജനങ്ങൾ പരസ്പരം ചോദിക്കും. അങ്ങനെ അവരിൽ ഒരാൾ പറയും, അല്ലാഹു അവൻ എല്ലാ സൃഷ്ടികളെയും പടച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അല്ലാഹുവിനെ പടച്ചത് ആരാണ്? അവർ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയണം, അല്ലാഹു തആല ഏകനാണ്. അവൻ നിരാശ്രയനാണ്. അവൻ ജാതനല്ല, ജനകനുമല്ല. അവനെപ്പോലെ ആരുമില്ല. എന്നിട്ട് തന്റെ ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പണം. പിശാചിൽ നിന്ന് അഭയം തേടുകയും വേണം. ഒന്നിലധികം ഇലാഹുകളുണ്ടായാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമീൻ ചോദിച്ചു. ഉണ്ട്. കാരണം ഇലാഹാകുമ്പോൾ അവൻ സർവാധിപതിയും സർവശക്തനും ആയിരിക്കണം. മറ്റൊരാൾക്ക് വിധേയപ്പെടണം എന്ന് പറഞ്ഞാൽ അയാൾ അശക്തനാണ് എന്നാണ് അർത്ഥം. അശക്തന്മാർ ഒരിക്കലും ഇലാഹാകാൻ പറ്റില്ല. 2 ഇലാഹുകളുണ്ടെന്ന് സങ്കല്പിക്കുക. ഒന്നാമൻ മഴ വർഷിപ്പിക്കണമെന്നും രണ്ടാമൻ അത് വേണ്ടെന്നും ഉദ്ദേശിച്ചാൽ മഴയുണ്ടാവുമോ? ഉണ്ടാകുമെന്ന് പറഞ്ഞാലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലും പ്രശ്നമാവും. ഉവൈസ് പറഞ്ഞു. ശരിയാണ്. മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ രണ്ടാമൻ ദുർബലനാണ്. ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമൻ ദുർബലനാവും. ദുർബലൻ ഇലാഹാകാൻ പറ്റുമോ? ഇല്ല. കുട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഇതുവരെ പഠിച്ചതിൽ നിന്ന് അല്ലാഹു തആലയെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചേതരനായ ഏകനായ ഇലാഹാണ് അല്ലാഹു തആല. അവന് തുടക്കവും ഒടുക്കവുമില്ല. അവന് ഭാഗമോ രൂപമോ ഇല്ല. അവൻ എല്ലാ അർത്ഥത്തിലും ഏകനാണ്. അവന് ഘടകങ്ങളില്ല. ഒരു വിശേഷണങ്ങളിലും അവന് സമന്മാരില്ല. അവൻ സർവശക്തനും സർവജ്ഞനുമാണ്. ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ആശയങ്ങളും നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ഇലാഹ് സർവാധിപനും ഡേഷും ആയിരിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് സർവശക്തനും. ഇലാഹ് സർവാധിപനും സർവശക്തനും ആയിരിക്കണം. 2. മറ്റൊരാൾക്ക് വിധേയപ്പെടണം എന്ന് പറഞ്ഞാൽ അയാൾ ഡേഷ് എന്നാണ് അർത്ഥം. അവിടെ പൂരിപ്പിക്കേണ്ടത് അശക്തനാണ്. മറ്റൊരാൾക്ക് വിധേയപ്പെടണം എന്ന് പറഞ്ഞാൽ
അയാൾ അശക്തനാണ് എന്നാണ് അർത്ഥം. 3. അശക്തൻ ഒരിക്കലും ഡേഷ് ആകാൻ പറ്റില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇലാഹ്. അശക്തൻ ഒരിക്കലും ഇലാഹ് ആകാൻ പറ്റില്ല. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. അള്ളാഹു തആലയെ സൃഷ്ടിച്ചത് ആര് എന്ന ചോദ്യം അസംബന്ധമാണ്. കാരണം. ഉത്തരം. കാരണം എന്നുമുള്ളവനെ ഉണ്ടാക്കിയതാര് എന്ന ചോദ്യം ശരിയല്ല. രണ്ടാമത്തെ ചോദ്യം, ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായാൽ എന്താണ് കുഴപ്പം? ഉത്തരം. ഒന്നാമൻ മഴ വർഷിപ്പിക്കണമെന്നും രണ്ടാമൻ അത് വേണ്ടെന്നും ഉദ്ദേശിച്ചാൽ മഴയുണ്ടാവുകയില്ല. ഉണ്ടാകുമെന്ന് പറഞ്ഞാലും ഉണ്ടാകില്ലെന്ന് പറഞ്ഞാലും പ്രശ്നമാകും. മൂന്നാമത്തെ ചോദ്യം, ഉപ്പിൽ ഉപ്പിട്ടതാരാണ്? ഇത് പാഴ് ചോദ്യമാണ്. കാരണം. ഉത്തരം. കാരണം ഉപ്പിൽ ആരും ഉപ്പിടേണ്ട ആവശ്യമില്ല. ഉപ്പുരസം ഉപ്പിന്റെ സ്വാഭാവിക ഗുണമാണ്. നാലാമത്തെ ചോദ്യം, ആരാണ് അല്ലാഹു തആല? ഉത്തരം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചേതരനായ ഏകനായ ഇലാഹാണ് അല്ലാഹു തആല. അവന് തുടക്കവും ഒടുക്കവും ഇല്ല. അവന് ഭാഗമോ രൂപമോ ഇല്ല. അവൻ എല്ലാ അർത്ഥത്തിലും ഏകനാണ്. അവന് ഘടകങ്ങളില്ല. ഒരു വിശേഷണങ്ങളിലും അവന് സമന്മാരില്ല. അവൻ സർവശക്തനും സർവജ്ഞനുമാണ്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു തആലയാണ് എന്ന് എങ്ങനെ സമർത്ഥിക്കും? പ്രഭാഷണം തയ്യാറാക്കുക. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് പോയിന്റുകൾ കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രഭാഷണ രൂപത്തിൽ അതിനെ തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ഈ പ്രപഞ്ചവും അതിലെ സൃഷ്ടികളും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും സർവശക്തനായ ഒരാളെ കൊണ്ടല്ലാതെ സാധിക്കില്ല. മാത്രമല്ല അത് ഇന്നും ഒരു പുതുമയും നശിക്കാതെ അനേകായിരം വർഷങ്ങളായി നിലനിൽക്കുന്നു എങ്കിൽ അതിനു പിന്നിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഇലാഹ് ഉണ്ടെന്ന് തന്നെ പറയാം. യാതൊരു താങ്ങുമില്ലാതെ ആകാശത്തെ ഉയർത്തി നിർത്തിയവൻ അള്ളാഹുവാണ്. പിന്നീട് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു. അവയോരോന്നും നിശ്ചിതമായ ഒരു വഴിയിലേക്ക് ചലിക്കുന്നു. ഇതൊന്നും ഒരു സൃഷ്ടാവില്ലാതെ ഉണ്ടാവുകയില്ല. ഒരു വാഹനം ഒരു ഡ്രൈവർ ഇല്ലാതെ ചലിക്കുമോ? അല്ലെങ്കിൽ ഒരു നിർമ്മാതാവില്ലാതെ ഉണ്ടാവുന്നുണ്ടോ? അപ്പോൾ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഒരു സൃഷ്ടാവില്ലാതെ ചലിക്കുക? ആരാണ് ഈ ചലനം നിയന്ത്രിക്കുക? അവൻ എല്ലാറ്റിനും കഴിവുള്ളവനായിരിക്കണം. അവൻ ശക്തനായിരിക്കണം. അവൻ ഈ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു തആല മാത്രമാണ്. പ്രപഞ്ചത്തിന്റെയും അതിന്റെ ഘടകങ്ങളുടെയും സമ്പൂർണ്ണ സൃഷ്ടാവ് അല്ലാഹുവാണ്. എല്ലാറ്റിന്റെയും ആരംഭവും അവസാനവും അവന്റെ കയ്യിലാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചേതരനായ ഏകനായ ഇലാഹാണ് അല്ലാഹു തആല. അവന് തുടക്കവും ഒടുക്കവും ഇല്ല. അവന് ഭാഗമോ രൂപമോ ഇല്ല. അവൻ എല്ലാ അർത്ഥത്തിലും ഏകനാണ്. അവന് ഘടകങ്ങളില്ല. ഒരു വിശേഷണങ്ങളിലും അവന് സമന്മാരില്ല. അവൻ സർവശക്തനും സർവജ്ഞനുമാണ്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രഭാഷണ രൂപത്തിൽ നിങ്ങൾ അത് ക്ലാസ്സിൽ തയ്യാറാക്കിയിട്ട് അവതരിപ്പിക്കുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.